നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച് കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്ന കേസിൽ റോയൽ ട്രാവൻകൂർ ഉടമ രാഹുൽ ചക്രപാണിയുടെ അറസ്റ്റ് കണ്ണൂർ ടൗൺ പോലീസ് രേഖപ്പെടുത്തിയതോടെ തട്ടിപ്പിന്റെ അടിവേര് തേടി അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ സയൻസ് പാർക്കിന് എതിർവശത്തെ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസിൽ വെച്ചാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ജില്ലയ്ക്ക് പുറത്തും രാഹുൽ ചക്രപാണിക്കെതിരെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതിന് പരാതികളുണ്ട്. അരോളി സ്വദേശി കെ മോഹനനിൽ നിന്നും 10 ലക്ഷം രൂപയും കണ്ണൂക്കര സ്വദേശി നിധിയിൽ നിന്നും 3,76,000 രൂപ നിക്ഷേപമായി സ്വീകരിച്ച മുതലും പലിശയും മടക്കി കൊടുക്കാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലുമാണ് രാഹുൽ ചക്രപാണിക്കെതിരെ നിലവിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. രാഹുൽ ചക്രപാണി കണ്ണൂരിലെ ഓഫീസിലുണ്ടെന്ന വിവരം അറിഞ്ഞെത്തിയ നിക്ഷേപകർ ഓഫീസ് വളയുകയും തങ്ങളുടെ നിക്ഷേപം തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. വിവരം അറിഞ്ഞെത്തിയ ടൗൺ പോലീസ് നിക്ഷേപകരുമായും രാഹുൽ ചക്രപാണിയുമായി സംസാരിക്കുകയും ചെയ്തുവെങ്കിലും നിക്ഷേപകരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാതാവുകയും ബഹളം തുടർന്നതോടെയായിരുന്നു പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സാധാരണക്കാരിൽ നിന്നും ദിനംപ്രതി നിക്ഷേപമായും മറ്റ് നിക്ഷേപം നടത്തിയവരിൽ നിന്നുമായി ഇയാൾ കോടികളുടെ നിക്ഷേപമാണ് സ്വീകരിച്ചത്. നിക്ഷേപകർ പണം തിരിച്ചെടുക്കാൻ പോകുമ്പോൾ പലതവണ അവധി പറഞ്ഞ് നിക്ഷേപ സ്ഥാപനത്തിലെ ജീവനക്കാർ ഒഴിവാക്കുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസമായി ഈ സ്ഥാപനത്തിൽ നിരന്തരം നിക്ഷേപകർ എത്തുകയും ചക്രപാണിയെ തേടിയെങ്കിലും കണ്ടെത്തിയില്ല. ഇതിനിടയിലാണ് വെള്ളിയാഴ്ച കണ്ണൂരിലെ ഹെഡ് ഓഫീസിൽ ചക്രപാണി എത്തിയിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞ നിക്ഷേപകർ ഹെഡ് ഓഫീസിൽ വളഞ്ഞത്. നിക്ഷേപകർക്ക് നൽകാനുള്ള മുഴുവൻ തുകയും തിരിച്ചു നൽകണമെന്നും 8 കോടിയോളം രൂപ പിരിച്ചെടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും അവ ലഭിക്കുന്ന മുറക്ക് പണം നൽകാൻ സാധിക്കുമെന്നും ഇന്നലെ 50,000 രൂപയിലധികം രൂപ ഇവിടെ നിന്നും ഇടപാടുകാർക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് രാഹുൽ ചക്രപാണി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ നിക്ഷേപകരുടെ പരാതിയിൽ രാഹുൽ ചക്രപാണിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. നിക്ഷേപ തുക അവധിയെടുത്തെങ്കിലും തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൂട്ടത്തോടെ രാഹുൽ ചക്രപാണിയുടെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. ഓഫീസിലുണ്ടായിരുന്ന രാഹുൽ ചക്രപാണി പണത്തിന് അവധി പറഞ്ഞ് നിക്ഷേപകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ വഴങ്ങിയില്ല. ഒടുവിൽ ബഹളമുണ്ടായതിനെ തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പണം തിരികെ ലഭിക്കാനുള്ളവർ കൂട്ടത്തോടെ എത്തുന്നതിനാൽ കണ്ണൂർ ജില്ലയിലെ മിക്ക സ്ഥാപനങ്ങളും പൂട്ടിയിരിക്കുകയാണ്. നിശ്ചിത തുക നിക്ഷേപമായി ആളുകളെ കൊണ്ട് സ്ഥാപനത്തിൽ അടപ്പിക്കണമെന്ന വ്യവസ്ഥയിലാണ് ഇവിടെ ജീവനക്കാരെ എടുത്തിരിക്കുന്നത്. ഇവർ മുഖേന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കർഷകർ, സ്വകാര്യ സ്ഥാപന ജീവനക്കാർ മുതൽ സമ്പന്നർ വരെ നിക്ഷേപവുമായി ചെറുതും വലുതുമായ തുക നൽകിയിരുന്നു. കാർഷിക മേഖലയിൽ കർഷകർക്ക് വായ്പയും കാർഷിക ഉപകരണങ്ങളും നൽകുന്നതിനാണ് റോയൽ ട്രാവൻകൂർ എന്ന സ്ഥാപനം രാഹുൽ ചക്രപാണി ചെയർമാനും MD-യുമായി രൂപീകരിച്ചത്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും സ്ഥാപനത്തിന് ബ്രാഞ്ചുകളും ATM കൗണ്ടറുകളും ഉള്ളതായി മാനേജ്മെന്റ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ തുടങ്ങി 1 വർഷം തികയുന്നതിനു മുൻപേ പലയിടങ്ങളിലെയും പ്രവർത്തനങ്ങളിൽ താളം ഭംഗമുണ്ടായി. തളിപ്പറമ്പ്, മന്നയിൽ ഉൾപ്പെടെ ATM കൗണ്ടറുകൾ പ്രവർത്തനരഹിതമായി. കണ്ണൂർ ജില്ലയിലെ മലയോരങ്ങളിൽ ഉൾപ്പെടെ റോയൽ ട്രാവൻകൂർ ശാഖകൾ തുടങ്ങിയെങ്കിലും പലതിന്റെയും ദൈനംദിന പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയിരുന്നില്ല. കർഷകരെ സഹായിക്കുന്നതിന് തുടങ്ങിയ റോയൽ ട്രാവൻകൂർ ബാങ്കിംഗ് ഇടപാടുകളായ സ്വർണ്ണ പണയ വായ്പ, ബിസിനസ് വായ്പ തുടങ്ങിയവയിലേക്ക് തിരിയുകയായിരുന്നു. നേരത്തെ ചെട്ടിപ്പീടികയിൽ മെഡിസിറ്റി എന്ന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്ഥാപനം രാഹുൽ ചക്രപാണിയും സഹോദരനും ചേർന്ന് നടത്തിയിരുന്നു. ഇവിടെ നിന്നും ആലക്കോട് സ്വദേശിനിയായ ഉദ്യോഗാർത്ഥിക്ക് നൽകിയ സർട്ടിഫിക്കറ്റിംഗ് അംഗീകാരമില്ലാത്തതാണെന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് വിശ്വാസ്യത നഷ്ടപ്പെട്ട രാഹുൽ ചക്രപാണി മറ്റൊരു സംരംഭവുമായി രംഗത്ത് വന്നത് സംശയാസ്പദമാണെന്ന ആരോപണം ഉയർന്നിരുന്നുവെങ്കിലും ഭരണകക്ഷിയിലെ ചില ഉന്നത നേതാക്കളുടെ സഹായത്തോടെ ഇയാൾ മുഖമിനുക്കി കോടികൾ നിക്ഷേപമായി സ്വീകരിക്കുകയായിരുന്നു. ഇടതു വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിപ്പിച്ച രാഹുൽ ചക്രപാണിക്ക് ഭരണകക്ഷി പാർട്ടിയുമായി അടുത്ത ബന്ധമാണുള്ളത്. പിന്നീട് ഇയാൾ NCPയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു. കോൺഗ്രസ് വിട്ട് NCPയിൽ ചേർന്ന പയ്യന്നൂരിലെ ഒരു നേതാവാണ് രാഹുൽ ചക്രപാണിയെ NCPയിലേക്ക് എത്തിച്ചത്. കണ്ണൂരിൽ നിന്നുള്ള ഒരു സായാഹ്ന പത്രവും നടത്തിപ്പിന് വാങ്ങിയിരുന്നുവെങ്കിലും അത് മുൻപോട്ട് പോയിട്ടില്ല. രാഹുൽ ചക്രപാണി എത്ര കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന കാര്യം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയിക്കാൻ കഴിയുകയുള്ളൂവെന്നാണ് പോലീസ് പറയുന്നത്. റോയൽ ട്രാവൻകൂറിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിക്ഷേപകരുടെ പരാതി പ്രവാഹമാണ് ഉണ്ടായിരിക്കുന്നത്.
കണ്ണൂർ താവക്കരയിൽ പ്രവർത്തിക്കുന്ന അർബൻ നിധി തട്ടിപ്പിനേക്കാൾ വലിയ കുംഭകോണമാണ് റോയൽ ട്രാവൻകൂറിൽ നടന്നതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം.